നമ്മൾ ഇഫ് എന്നുള്ള പോയം ഡിസ്കസ് ചെയ്തു. ഇനിയും അതിൻ്റെ അപ്രീസിയേഷൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ലൈൻ ബൈ ലൈൻ മീനിങ് ഒക്കെ പഠിക്കണമെങ്കിൽ ഈ അപ്രീസിയേഷനകത്തിൽ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. നോക്കാം. ജോസഫ് റുഡിയാർഡ് കിപ്ലിംഗ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ മഹാന്മാരായ എഴുത്തുകാരിൽ ഒരാളാണ് റുഡിയാർഡ് കിപ്ലിംഗ്. ഹി ഈസ് ദ യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദി നൊബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിന് നൊബൽ പ്രൈസ് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അദ്ദേഹം. And he was the first man to receive the Nobel Prize. Nobel Prize ലിറ്ററേച്ചറിന് കിട്ടിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ കൂടിയാണ് റുഡിയാർഡ് കിപ്ലിംഗ്. ഈസ് ഹിസ് മോസ്റ്റ് ഫേമസ് പോയം. പോയം നമ്മൾ എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയമാണ് ഇഫ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടീഷൻസ് to be fulfilled to become a perfect human being. So if is a poem that deals with conditional fulfillment and it deals with the conditions to become a perfect human being. ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആവാനുള്ള കണ്ടീഷൻസ് ആണ് ഇഫ് എന്നുള്ള പോയം ഡിസ്കസ് ചെയ്യുന്നത്. എ ഫാദർ ഈസ് അഡ്വൈസിങ് ഹിസ് സൺ. ഇൻ ദിസ് പോയം എ ഫാദർ ഈസ് അഡ്വൈസിങ് ഹിസ് സൺ. ഒരു അച്ഛൻ മകനെ ഉപദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒരു പോയമായിട്ടാണ് ഇത് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. There are a lot of conditions to become a perfect human being. ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആവാൻ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. Kipling stresses the idea that a true man must be known for his humility and modesty. Humility, വിനയം. മോഡസ്റ്റി ഒരു മഹനീയമായ രീതിയിലുള്ള പെരുമാറ്റമാണ് മോഡസ്റ്റി എന്ന് പറയുന്നത്. വളരെ ജെന്റിലായിട്ടുള്ള ഒരു പെരുമാറ്റം. So Kipling stresses the idea that a true man must be known for his humility and modesty. ഒരു യഥാർത്ഥ മനുഷ്യന് ഹ്യൂമിലിറ്റി ഉണ്ടാവണം, മോഡസ്റ്റി ഉണ്ടാവണം. Too much heroism or wealth or fame will not make a great man. Too much heroism, ഒരുപാട് ഹീറോയിസം ഉള്ളതുകൊണ്ടോ, ടു മച്ച് വെൽത്ത് ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ടോ, ഓർ ഫെയിം പ്രശസ്തി ഉള്ളത് കൊണ്ടോ ഇറ്റ് വിൽ നോട്ട് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഇറ്റ് വിൽ നോട്ട് മേക്ക് എ മാൻ ഗ്രേറ്റ്. പ്രശസ്തി ഉള്ളത് കൊണ്ടോ പണമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരുപാട് ഹീറോയിക് ആയതുകൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ എന്താവണമെന്നില്ല, ഗ്രേറ്റ് ആവണമെന്നില്ല. വൺ ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ക്യാരക്ടർ ആൻഡ് ഹി ഷുഡ് ഓൾവേസ് കീപ് ഹിസ് ഹെഡ് ഹൈ. കീപ്പിംഗ് വൺസ് ഹെഡ് ഹൈ. ഒരാൾ തൻ്റെ തല എപ്പോഴും ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റണം. ദറ്റ് മീൻസ് ഹി ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ക്യാരക്ടർ. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് നല്ല ഹ്യൂമൻ ബീയിങ് ആവുന്നത്. വൺ ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ക്യാരക്ടർ ആൻഡ് ഹി ഷുഡ് ഓൾവേസ് കീപ് ഹിസ് ഹെഡ് ഹൈ. എ പെർഫെക്റ്റ് മാൻ ഷുഡ് ഓൾവേസ് ട്രസ്റ്റ് ഹിം. എ പെർഫെക്റ്റ് മാൻ ഷുഡ് ട്രസ്റ്റ് ഹിംസെൽഫ്. ഹി ഷുഡ് ട്രസ്റ്റ് ഹിസ് എബിലിറ്റീസ്. ബട്ട് he should have the consideration that others have the right to doubt him. He should give the consideration കൊടുക്കണം that the others have the right to doubt him. ഇയാളെ തന്നെ ഡൗട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും മറ്റുള്ളവർക്കുണ്ട് എന്ന കൺസിഡറേഷൻ എപ്പോഴും കൊടുക്കണം. Others may create lies about him, but he should not deal in lies. A perfect human being, when others create lies about him, മറ്റുള്ളവരെ തന്നെപ്പറ്റി ലൈസ് ഉണ്ടാക്കുമ്പോൾ he will not deal in lies. അദ്ദേഹം കള്ളങ്ങളിലേക്ക് പോവാറില്ല. Others may hate him. മറ്റുള്ളവർ അദ്ദേഹത്തെ വെറുത്തേക്കാം. But he can't hate anyone. പക്ഷേ അദ്ദേഹത്തിന് ആരെയും വെറുക്കാൻ കഴിയില്ല. One should not talk too wise and should not look too good. ഒരാളങ്ങ് ഒരുപാട് നല്ലവനെ പോലെ തോന്നുകയോ അങ്ങ് ഒരുപാട് ബുദ്ധിമാനെ പോലെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. Why? Because then his responsibilities will increase. Responsibilities will increase. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കി. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞേ? Joseph Rudyard Kipling is one of the greatest writers in English. He is the youngest recipient of the Nobel Prize for Literature and he is the first Englishman to receive the prize. If is his most famous poem. If is a poem which deals with conditional fulfillment. It deals with the conditions to become a perfect human being. And a father is advising his son the conditions to become a perfect human being. Kipling stresses the idea that a true man must be known for his humility and modesty, and too much heroism, wealth or fame will not make a man great. And one should have a balanced character and he should always keep his head high. ഒരാൾക്കൊരു ബാലൻസ്ഡ് ക്യാരക്ടർ ഉണ്ടാവണം, എപ്പോഴും തല ഉയർത്തി പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കണം. എ പെർഫെക്റ്റ് മാൻ ഷുഡ് ഓൾവേസ് ട്രസ്റ്റ് ഹിം. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ എപ്പോഴും തന്നെ വിശ്വസിക്കണം. But he should have the consideration that others have the right to doubt him. മറ്റുള്ളവർക്ക് എന്നെ സംശയിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ സ്വയം ട്രസ്റ്റ് ചെയ്യുക. Others may create lies about him, but he should not deal in lies. മറ്റുള്ളവർ കള്ളങ്ങൾ പറയാം, പക്ഷെ അദ്ദേഹം കള്ളത്തിൽ ഇടപെടാൻ പാടില്ല. Others may hate him, but he should not hate anyone. മറ്റുള്ളവർ അദ്ദേഹത്തെ വെറുക്കാം, പക്ഷെ അദ്ദേഹം ആരെയും വെറുക്കാൻ പാടില്ല. One should not talk too wise
and should not look too good. ഒരാളങ്ങ് ഒരുപാട് ബുദ്ധിമാനെ പോലെ സംസാരിക്കുകയോ ഒരുപാട് മഹാനായിട്ട് തോന്നിപ്പിക്കുകയോ ചെയ്യരുത്, because then his responsibilities will increase. സെക്കൻഡ് സ്റ്റാൻസയുടെ അപ്രീസിയേഷൻ ആണ്. എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഡ്രീംസ്. എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇസ് ദ വൺ ഹു ഡ്രീംസ് എ ലോട്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ്. ബട്ട് ഹി കാൻ മേക്ക് ഡ്രീംസ് ഹിസ് മാസ്റ്റർ. പക്ഷെ അദ്ദേഹത്തിന് സ്വപ്നങ്ങളെ തൻ്റെ മാസ്റ്റർ ആക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഹി ഷുഡ് തിങ്ക് ഡീപ്പ്. അദ്ദേഹം ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം. ബട്ട് ഹി ഷുഡ് നോട്ട് മേക്ക് തോട്ട്സ് ഹിസ് എയിം. അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ എയിം ആക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, perfect human being is a person who dreams, but he should not be a mere dreamer. Should not be a mere dreamer. He should think, but he should filter his thoughts. നോക്ക, man should dream, otherwise he can't succeed in his life. മനുഷ്യന് ഡ്രീം ചെയ്യാതെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. You cannot become successful unless you dream a lot. നിങ്ങൾ സ്വപ്നം കാണാതെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ബട്ട് he should not be a mere dreamer. പക്ഷെ അയാൾ വെറും ഒരു സ്വപ്നജീവിയായി പോവരുത്. There are a lot of thoughts that come into our mind every day. നമ്മുടെ മനസ്സിലേക്ക് ദിവസവും കടന്നു വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. We can't make all those thoughts our aim. ഈ ചിന്തകളെ എല്ലാം നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റില്ല. A successful person is the one who is able to control his feelings and emotions. തൻ്റെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി. A successful person is the one who is able to control his feelings and emotions. One should distinguish between his thoughts and aim. ഓരോ വ്യക്തിയും തൻ്റെ ചിന്തകളും തൻ്റെ ലക്ഷ്യവും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത് 3 മാർക്കിന് ചോദിച്ചാൽ ഇത്രയും കാര്യമാണ്. എ ഗുഡ് ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ഡ്രീം, ബട്ട് ഹി ഷുഡ് നോട്ട് ബി എ മിയർ ഡ്രീമർ. ഹി ഷുഡ് നോട്ട് മേക്ക് ഡ്രീംസ് ഹിസ് മാസ്റ്റർ. ആൻഡ് ഹി ഷുഡ് തിങ്ക്, ബട്ട് ഹി ഷുഡ് നോട്ട് മേക്ക് തോട്ട്സ് ഹിസ് എയിം. ഹി ഷുഡ് നോട്ട് ബി എ മിയർ ഡ്രീമർ ആൻഡ് ഹി ഷുഡ് ഫിൽറ്റർ ഹിസ് തോട്ട്സ്. He should filter his thoughts. തൻ്റെ ചിന്തകളെ ഫിൽട്ടർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം. There are lot of thoughts coming into our mind every day. നമ്മുടെ മനസ്സിലേക്ക് എല്ലാ ദിവസവും ഒരുപാട് ചിന്തകൾ കടന്നു വരും. ബട്ട് വി കാൺ മേക്ക് ഓൾ ദോസ് തോട്ട്സ് അവർ എയിം. പക്ഷെ നമുക്ക് ആ ചിന്തകളെല്ലാം നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റാൻ പറ്റില്ല. ആൻഡ് എ സക്സസ്ഫുൾ പേഴ്സൺ ഈസ് ദ വൺ ഹു ഈസ് ഏബിൾ ടു കൺട്രോൾ ഹിസ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി തൻ്റെ ഫീലിംഗ്സിനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് വൺ ഷുഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹിസ് തോട്ട്സ് ആൻഡ് എയിം. ഓരോ വ്യക്തിയും തൻ്റെ ചിന്തകളെയും തൻ്റെ ലക്ഷ്യങ്ങളെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ, വേർതിരിച്ച് കാണാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. ആൻഡ് ഹി ഷുഡ് ഫിൽറ്റർ ഹിസ് തോട്ട്സ്. അയാളുടെ ചിന്തകളെ ഫിൽട്ടർ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. ഇവിടെ നമുക്ക് APJയുടെ കോട്ട് വേണമെങ്കിൽ ചേർക്കാം. ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം into thoughts and thoughts result in action. Dreams transform into thoughts and thoughts result in action. അത് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. Now let's move on to the second stanza. കൂടുതൽ ഐഡിയാസ് ആണ്. A person who meets triumph and disaster with a similar mentality is the true winner. ഒരേ സിമിലർ മെൻറ്റാലിറ്റിയോടുകൂടി ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും നോക്കി കാണുന്ന വ്യക്തിയാണ് യഥാർത്ഥ വിജയി. A person who meets with triumph and disaster and treats them the same way is the true winner. Triumph and disaster are personified since they are mentioned as two imposters. ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും ഇമ്പോസ്റ്റേഴ്സ് എന്ന് വിളിച്ചുകൊണ്ട് കവി അവയെ പെർസോണിഫൈ ചെയ്യാണ്. ഇമ്പോസ്റ്റർ മീൻസ് പ്രിറ്റൻഡർ, അഭിനേതാവ്. A good life is the mixture of happy moments and difficult situations. ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത് ഹാപ്പി മൊമെൻറ്റ്സിൻ്റെയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൻ്റെയും ഒരു മിക്സ്ചറാണ്. എ ഗുഡ് ലൈഫ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഹാപ്പി മൊമെൻറ്റ്സ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഹാപ്പി മൊമെൻറ്റ്സിൻ്റെയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൻ്റെ ഒരു മിക്സ്ചറാണ് ഒരു ഗുഡ് ലൈഫ് എന്ന് പറയുന്നത്. മീറ്റിംഗ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിൽ ഇനേബിൾ വൺ ടു സ്റ്റാൻഡ് അപ്രൈറ്റ് ഇൻ ലൈഫ്. മീറ്റിംഗ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ മീറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഇനേബിൾ വൺ ടു സ്റ്റാൻഡ് അപ്രൈറ്റ് ഇൻ ലൈഫ്. അത് ഒരാളെ ജീവിതത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പ്രേരിപ്പിക്കും, പ്രാപ്തമാക്കും. സോ ഗുഡ് ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹാപ്പി മൊമെൻറ്റ്സ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ആൻഡ് മീറ്റിംഗ് വിത്ത് ദോസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വിൽ ഇനേബിൾ വൺ ടു സ്റ്റാൻഡ് അപ്രൈറ്റ് ഇൻ ലൈഫ്.
If knaves twist the words you have spoken, you should not lose your temper. Knaves, dishonest ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിച്ചാൽ you should not lose your temper. നിങ്ങൾക്ക് നിങ്ങളുടെ ടെമ്പർ തെറ്റാൻ പാടില്ല. If the things you gave your life to are broken, നിങ്ങളുടെ ജീവൻ കൊടുത്തുണ്ടാക്കിയ വസ്തുക്കളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ you have to stoop. നിങ്ങളൊന്ന് സ്റ്റൂപ്പ് ചെയ്യണം and build them up with worn out tools. എന്നിട്ട് ഇതൊക്കെ ഒരു worn out tools വെച്ചിട്ട് നിങ്ങളുടെ worn out tools എന്ന് വെച്ചാൽ old skills, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഇത് വീണ്ടും ബിൽഡ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. എ പേഴ്സൺ ഹു മീറ്റ്സ് triumph and disaster with the same mentality is the true winner. Triumph and disaster are personified since they are called imposters. A good life is a mixture of happy moments and sad experiences, and meeting with difficult situation will enable one to stand upright in life. If knaves twist your words, you should not lose your temper. If the things you gave your life to are broken, you have to stoop and build them up with worn out tools. You should have the courage to risk your winnings in one turn of pitch and toss. You should have the courage. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം to risk your winnings. നിങ്ങളുടെ നേട്ടങ്ങളെ റിസ്ക് ചെയ്യുവാൻ in one turn of pitch and toss. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിയുന്ന ഒരു എന്റർപ്രൈസിനകത്തിൽ നിങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും റിസ്ക് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് ഈവൻ ഇഫ് യു ലൂസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം യുവർ ബിഗിനിങ്സ്. നിങ്ങളുടെ ബിഗിനിങ്സിൽ നിന്ന്, ആരംഭത്തിൽ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. So you should have the courage to risk all your winnings and to invest it in one turn of pitch and toss. If you lose, you should start from your beginnings, and you should not utter a word about your failure. നിങ്ങളുടെ ഫെയിലിയറിനെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. You have to force your heart and nerve and make them new to meet your fortune. You force your heart, nerve for what? To find your fortune. നിങ്ങളുടെ ഭാഗ്യം കണ്ടെത്താനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ നാഡികളെയും ഉത്തേജിപ്പിക്കുക. The only thing which should remain in you is the will which says to hold on. The willpower that tells you to hold on. That is the only thing that should remain. You have to cooperate with everyone and keep your values. എല്ലാവരോടും സഹകരിക്കുക, but you have to keep your values. You may get an opportunity to walk with the king, but at the same time you should mingle with the common man. You may get an opportunity to walk with the king. രാജാവിനോടൊപ്പം നടക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയേക്കാം, but you should not lose the touch with the common man. പക്ഷേ സാധാരണക്കാരനുള്ള ടച്ച് വിടാൻ പാടില്ല. If you are a good person, neither your enemies nor your friends can hurt you. നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളുടെ മിത്രങ്ങൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കില്ല, ഹേർട്ട് ചെയ്യാൻ സാധിക്കില്ല. All men should consider you one with them. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരിൽ ഒരാളായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യാൻ ഇടവരണം. So let's look into it again. You should have the courage to risk your winnings in one turn of pitch and toss. You should invest in another enterprise, and if you lose, you should start from your beginnings, and you should not breathe a word about your loss. If you have to force your heart and nerve, and you have to make them new in order to find your fortune. The only thing that should remain in you is the willpower which tell you to hold on. You have to cooperate with everyone to keep your values. നിങ്ങളുടെ മൂല്യങ്ങളെ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. You may get an opportunity to walk with the king, but at the same time you should mingle with the common man. രാജാവിനോട് നടക്കുമ്പോഴും കോമൺ മാനോടുള്ള ടച്ച് വിടാൻ പാടില്ല. If you are a good person, neither your enemies nor your friends can hurt you. നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളുടെ മിത്രങ്ങൾക്കോ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ സാധിക്കില്ല. All men should consider you one with them. എല്ലാ മനുഷ്യരും അവരിൽ ഒരാളായിട്ട് നിങ്ങളെ കാണണം. പറയുന്നത് think twice before you act. പ്രവർത്തിക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കണം. There may be times in which you can't forgive. നിങ്ങൾക്ക് ക്ഷമ നശിക്കുന്ന സമയമുണ്ടായേക്കാം. But if you are able to fill the unforgiving minute with 60 seconds worth, ആ അൺഫോർഗിവിംഗ് ആയിട്ടുള്ള സമയം, ആ ദേഷ്യം വരുന്ന സമയം, if you fill it with 60 seconds worth, 60 സെക്കൻഡിന്റെ മൂല്യം കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ, the earth and everything on it will be yours. ഭൂമിയും ഭൂമിയിലുള്ള ഒക്കെ നിന്റെയാവും. Good thoughts which will enable you to forgive. 60 seconds worth എന്ന് പറയുന്നത് നിങ്ങളെ forgive ചെയ്യാൻ വേണ്ടി enable ചെയ്യുന്ന നല്ല ചിന്തകളാണ്. If you follow these principles, you will become a true human being. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തത്വങ്ങളൊക്കെ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങൾ ഒരു യഥാർത്ഥ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും. So think twice before you act. There may be times in which you cannot forgive, but if you are able to fill the unforgiving minute with 60 seconds worth, then the earth and everything will be yours. The 60 seconds worth means the good thoughts which will enable you to forgive.
ഇഫ് യു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് യു വിൽ ബിക്കം എ ട്രൂ ഹ്യൂമൻ ബീങ്. നിങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും. ഇനി അതിൻ്റെ കൺക്ലൂഷനാണ്, അപ്രീസിയേഷനാണ്. ദ പോയം ഇഫ് ലേസ് ഡൗൺ ദ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ലൈഫ്. ലൈഫിന് ആവശ്യമായ സെറ്റ് ഓഫ് റൂൾസ് വരുന്നൊരു പോയമാണ് ഇഫ് ദ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഫോർ എ ഗുഡ് ലിവിങ്. നല്ല ജീവിതത്തിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഇഫിനകത്തിലുള്ളത്. ദ പോയം ഇഫ് ലേസ് ഡൗൺ എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ലൈഫ്, the set of principles that should be followed for a good living. Each line is full of rich advice which a gentleman can follow. ഒരു ജെന്റിൽമാന് ഫോളോ ചെയ്യാൻ കഴിയുന്ന റിച്ച് അഡ്വൈസ് ആണ് ഓരോ വരികളിലും നിറഞ്ഞിരിക്കുന്നത്. ഇഫ് ഈസ് എ മോണോലോഗ്, ഇഫ് ഒരു മോണോലോഗാണ്, ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുകയാണ്. The first answer describes how man controls at times of crisis. എങ്ങനെയാണ് ക്രൈസിസിൻ്റെ സമയത്ത്, എങ്ങനെയാണ് ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ഒരു മനുഷ്യനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസ പറയുന്നത്. ദ സെക്കൻഡ് സ്റ്റാൻസ ഡിസ്ക്രൈബ് ഹൗ ഹി ക്യാൻ തിങ്ക് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. രണ്ടാമത്തെ സ്റ്റാൻസ അയാൾ തൻ്റെ ഭാവിയെപ്പറ്റി എങ്ങനെ തിങ്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ദ തേർഡ് സ്പീക്സ് അബൌട്ട് കൺട്രോളിങ് ഇമോഷൻസ്. മൂന്നാമത്തെ സ്റ്റാൻസ പറയുന്നത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. ആൻഡ് ഫോർത്ത് ഡീൽസ് വിത്ത് ദ സ്റ്റാൻഡ് വി ഷുഡ് കീപ് ടുവേർഡ്സ് ദ റിച്ച് ആൻഡ് പുവർ. നാലാമത്തേത് പറയുന്നത് നമ്മൾ റിച്ചിനോടും പൂറിനോടും എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. നോക്കിക്കേ, ദ പോയം ഇഫ് ലേസ് ഡൗൺ ദ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോർ ലൈഫ്. ലൈഫിന് ആവശ്യമായ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ദ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഫോർ എ ഗുഡ് ലിവിങ്. ഒരു നല്ല ജീവിതത്തിന് ആവശ്യമായ പ്രിൻസിപ്പിൾസ് ആണ് ഇഫ് പറയുന്നത്. ഈച്ച് ലൈൻ ഈസ് ഫുൾ ഓഫ് റിച്ച് അഡ്വൈസ് വിച്ച് എ ജെന്റിൽമാൻ ക്യാൻ ഫോളോ. ഒരു ജെന്റിൽമാന് ഫോളോ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റിച്ച് അഡ്വൈസ് ആണ് ഓരോ വരികളിലും ഉള്ളത്. ഇഫ് ഈസ് എ മോണോലോഗ്, the first answer describe how man controls at the time of crisis. ക്രൈസിസിൻ്റെ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ സ്വയം കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ആൻസർ പറയുന്നത്. ദ സെക്കൻഡ് ആൻസർ ഡിസ്ക്രൈബ് ഹൗ ഹി ക്യാൻ തിങ്ക് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. എങ്ങനെ തനിക്ക് തൻ്റെ ഭാവിയെപ്പറ്റി തിങ്ക് ചെയ്യാമെന്നാണ് സെക്കൻഡ് ആൻസർ പറയുന്നത്. ദ തേർഡ് സ്പീക്സ് അബൌട്ട് കൺട്രോളിങ് ഇമോഷൻസ്. മൂന്നാമത്തെ ആൻസർ പറയുന്നത് അവരവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. ആൻഡ് ദ ഫോർത്ത് ഡീൽസ് വിത്ത് ദ സ്റ്റാൻഡ് വി ഷുഡ് കീപ് ടുവേർഡ്സ് ദ റിച്ച് ആൻഡ് ദ പുവർ. നാലാമത്തെ സ്റ്റാൻസ് പറയുന്നത് പാവപ്പെട്ടവരോടും പണക്കാരോടും നമ്മൾ എന്ത് സ്റ്റാൻസ് എടുക്കണമെന്നാണ്. കണ്ടിന്യൂയിങ്, ദ പോയം ഇസ് എ ഡൈഡാക്റ്റിക് വൺ. ഈ പോയം ഒരു ഡൈഡാക്റ്റിക് പോയമാണ്, ടീച്ചിങ് ഇഫക്റ്റ് ഉള്ള പോയമാണ്. ദ പോയറ്റ് മേക്സ് യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ടു കൺവേ കോംപ്ലക്സ് ആൻഡ് മീനിങ് മെസ്സേജസ്. സിമ്പിൾ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, കവി വളരെ ലളിതമായ വാക്കുകളും പ്രയോഗങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു കൺവേ, നൽകുവാനായിട്ട്. കോംപ്ലക്സ് ആൻഡ് മീനിങ് മെസ്സേജ്, വളരെ പ്രയാസമുള്ള മീനിങ് ആയിട്ടുള്ള മെസ്സേജുകൾ നൽകാനായിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ദ പോയറ്റ് ഓൾസോ മേക്സ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സച്ച് ആസ് മെറ്റഫർ, സിമ്പിൾ. മെറ്റഫറും സിമ്പിളും ഒക്കെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തിനാ? ടു എൻഹാൻസ് ദ ഇഫക്റ്റ് ഓഫ് ദ പോയം. പോയത്തിൻ്റെ ഇഫക്റ്റ് കൂട്ടുവാനായിട്ട്. ദോ സിമ്പിൾ ഇഫ് ഈസ് എ ഗ്രേറ്റ് പോയം. സിമ്പിൾ ആണെങ്കിലും ഇഫ് ഒരു മഹത്തായ കവിതയാണ്. ഒന്നുകൂടെ നോക്കുക. ഇഫ് ഈസ് എ ഡൈഡാക്റ്റിക് പോയം. The poet makes use of simple words and expressions to convey complex and meaningful message. The poet makes use of different figures of speech such as metaphor and symbols to enhance the effect of the poem. Though simple, if is a great poem. ഒന്നുകൂടെ നോക്കിക്കേ. If lays down the set of rules for life. ലൈഫിന് ആവശ്യമായ റൂൾസ് ആണ് പറയുന്നത്. The set of principles to be followed for a good living. ഒരു നല്ല ജീവിതത്തിന് ആവശ്യമായ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഈച്ച് ലൈൻ ഈസ് ഫുൾ ഓഫ് അഡ്വൈസ് വിച്ച് എ ജെന്റിൽമാൻ ക്യാൻ ഫോളോ. ഒരു ജെന്റിൽമാന് ഫോളോ ചെയ്യാൻ കഴിയുന്ന അഡ്വൈസ് ആണ് ഓരോ വരികളിലും ഉള്ളത്. ഇറ്റ് ഇസ് എ മോണലോഗ്. അതൊരു മോണലോഗാണ്. ദ ഫസ്റ്റ് ആൻസർ ഡിസ്ക്രൈബ്സ് ഹൗ മാൻ കൺട്രോൾസ് അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്രൈസിസിൻ്റെ സമയത്ത് കൺട്രോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് ആൻസർ പറയുന്നത്. ദ സെക്കൻഡ് ആൻസർ ഡിസ്ക്രൈബ് ഹൗ ഹി ക്യാൻ തിങ്ക് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. സെക്കൻഡ് ആൻസറിൽ പറയുന്നത് തൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എങ്ങനെയാണ് അയാൾ ചിന്തിക്കുന്നതെന്നാണ്. ദ തേർഡ് സ്റ്റാൻസർ സ്പീക്സ് അബൌട്ട് കൺട്രോളിങ് ഇമോഷൻസ്. തേർഡ് സ്റ്റാൻസറിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. ഫോർത്ത് ഡീൽസ് വിത്ത് ദ സ്റ്റാൻഡ് വി ഷുഡ് കീപ് ടുവേർഡ്സ് ദ റിച്ച് ആൻഡ് ദ പുവർ. പാവപ്പെട്ടവരോടും പണക്കാരോടും നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡിനെ പറ്റിയാണ് ഫോർത്ത് പറയുന്നത്. And if it's a didactic poem, the poet makes use of simple words and expressions to convey complex and meaningful message. The poet also makes use of different figures of speech such as metaphor and symbol to enhance the effect of the poem. Though simple, if is a great poem. ഇനി ഇവിടെ നമ്മൾ ഈ പോയത്തിൽ കാണുന്ന ആശയങ്ങളൊന്ന് ഇലാബറേറ്റ് ചെയ്യാണ്. Forgiving minute stands for time that waits for no man. ഒരാൾക്കും വേണ്ടിയും കാത്തു നിൽക്കാത്ത സമയമാണ് ഫോർഗിവിംഗ് മിനിറ്റ് എന്ന് വെച്ചാൽ ദ ടൈം ഇൻ വിച്ച് വി ബിക്കം ആംഗ്രി, ദ ടൈം ഇൻ വിച്ച് വി മേ കമ്മിറ്റ് എനി മിസ്റ്റേക്ക്. നമ്മൾ ഏത് മിസ്റ്റേക്കും കാണിക്കാവുന്ന സമയം. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ദ ടൈം ഇൻ വിച്ച് യു ഗെറ്റ് ആംഗ്രി ബിക്കോസ് സമ്മൺസ് റോങ് ആക്ഷൻ. ആരുടെയെങ്കിലുമൊക്കെ റോങ് ആക്ഷൻ കാരണം നിങ്ങൾ ദേഷ്യം വരുന്ന ആ സമയവുമാണ് ഇത് കാണിക്കുന്നത്. കീപ്പിംഗ് ഹെഡ് ആൻഡ് ലൂസിംഗ് ഹെഡ് സ്റ്റാൻഡ്സ് ഫോർ മെൻ്റൽ ബാലൻസ് ആൻഡ് മെൻ്റൽ സ്റ്റഡിനെസ്. കീപ്പിംഗ് ഹെഡ്, നമ്മുടെ തല ഉയർത്തി പിടിക്കുക. അതേപോലെ ലൂസിങ് ഹെഡ്, തല താഴ്ന്നു പോവുക. ഇതൊക്കെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്?
മെൻ്റൽ ബാലൻസിനെയും മെൻ്റൽ സ്റ്റഡിനെസ്സിനെയും. മാനസികമായിട്ട് നമ്മളെപ്പോഴും കരുത്തുള്ളവരായിരിക്കണം. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആർ പെർസോണിഫൈഡ് ആസ് അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. വിളിക്കാതെ വരുന്ന അതിഥികളായിട്ടാണ് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്. Meeting with triumph and disaster in an equal way is a metaphoric way of expressing balance in treating happiness and sorrows with a balance of mind. So meeting with triumph and disaster in equal way, ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും ഒരേപോലെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീറ്റിംഗ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് സോറോസ് വിത്ത് എ ബാലൻസ് ഓഫ് മൈൻഡ്. ഒരു മൈൻഡിൻ്റെ ബാലൻസോടുകൂടി ഹാപ്പിനെസ്സിനെയും സോറോയെയും നമ്മൾ കാണുക എന്നുള്ളതാണ്. മാൻ ഷുഡ് നൈദർ ബി ടു എക്സൈറ്റഡ് ഓർ ടു ഡിപ്രസ്ഡ്. നമ്മൾ ഒത്തിരി എക്സൈറ്റഡും ആവരുത്, ഡിപ്രസ്ഡും ആവരുത്. വി ഷുഡ് ഹാവ് എ ബാലൻസ്. Keeping all your winnings stands for achievements in life. Keeping all your winnings, നമ്മുടെ നേട്ടങ്ങളെല്ലാം കൂടെ കൂനയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചീവ്മെൻറ്റ്സ് ഇൻ ലൈഫ്, ലൈഫിലെ നേട്ടങ്ങളാണ്. എന്നോട് നോക്കുക. Forgiving minutes stands for the time that waits for no man. ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കാത്ത സമയം. It also refers to the time in which we become angry and at that time we may commit any mistakes. And keeping and losing head means keeping mental balance and mental steadiness. Triumph and disaster are personified as uninvited guests. Meeting with triumph and disaster in an equal way is a metaphoric way of expressing balance in treating happiness and sorrows with a balance of mind. Meeting with triumph and disaster is the poet is comparing it to keeping balance of happiness and sadness. And man should neither be too excited or too depressed. Excited ആവരുത്, depressed ആവരുത്. Keeping all your winnings stands for all achievements in life. എല്ലാ വിന്നിങ്സോട് ചേർത്ത് വെക്കണമെന്ന് ഉദ്ദേശിച്ചത് ലൈഫിലെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയാണ്. ദ പോയിറ്റ് മേക്സ് യൂസ് ഓഫ് സിമ്പിൾസ് ലൈക്ക് നേവ്. നേവ് എന്ന് വെച്ചാൽ ഡിസോണസ്റ്റ് മാൻ, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഡിസോണസ്റ്റ് പീപ്പിൾ. വോൺ ഔട്ട് ടൂൾസ് സ്റ്റാൻഡ്സ് ഫോർ ഓൾഡ് സ്കിൽസ്. വോൺ ഔട്ട് ടൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ കഴിവുകളാണ്. പേഴ്സണൽ ക്വാളിറ്റീസ് യു യൂസ് ടു ഗെയിൻ വിക്ടറി ഇൻ ലൈഫ്. ജീവിതത്തിൽ നിങ്ങൾ വിജയം നേടാൻ വേണ്ടി ഉപയോഗിച്ച പേഴ്സണൽ ക്വാളിറ്റീസ്. നെർവ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. നെർവ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്ത് ആണ്. ക്രൗഡ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ പീപ്പിൾ. ക്രൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെയാണ്. കോമൺ ടച്ച് റെപ്രസെൻറ്റ്സ് ഹ്യൂമിലിറ്റി. കോമൺ ടച്ച് എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമിലിറ്റി, വിനയത്തെയാണ്. നോട്ട് നോക്കുക. ദ പോയിറ്റ് മേക്സ് യൂസ് ഓഫ് സിമ്പിൾസ് ലൈക്ക് നേവ്സ് ആൻഡ് നേവ് സ്റ്റാൻഡ്സ് ഫോർ ഡിസോണസ്റ്റ് മെൻ. വോൺ ഔട്ട് ടൂൾ സ്റ്റാൻഡ്സ് ഫോർ യുവർ സ്കിൽസ്, ദ ക്വാളിറ്റീസ് ദാറ്റ് യു യൂസ് ടു ഗെയിൻ വിക്ടറി ഇൻ ലൈഫ്. നെർവ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. ലൈഫിൽ സ്ട്രെങ്തിനെ സപ്പോർട്ടിനെയാണ് നെർവ് ഉദ്ദേശിക്കുന്നത്. ക്രൗഡ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ പീപ്പിൾ. ക്രൗഡ് കോമൺ പീപ്പിളിനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോമൺ ടച്ച് റെപ്രസെൻറ്റ്സ് ഹ്യൂമിലിറ്റി. കോമൺ ടച്ച് ഉദ്ദേശിക്കുന്നത് വിനയമാണ്. സോ ഹിയർ വി എൻഡ് ദ ചാപ്റ്റർ. ഇഫ് എന്നുള്ള പോയം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇഫ് എന്നുള്ള പോയത്തിൻ്റെ അപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഡിസ്കസ് ചെയ്തു. പോയം കേൾക്കുക, പോയം മനസ്സിലാക്കുക, ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കുക, അത് വെച്ചിട്ട് എങ്ങനെ ആൻസർ എഴുതണം, അപ്രീസിയേഷൻ ഒന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ പറഞ്ഞ കുറച്ച് ലൈൻസ് ഉണ്ട്. ദ പോയം ഈസ് എ ഡൈഡാക്ടിക് വൺ. ദ പോയറ്റ് മേക്സ് യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ടു കൺവേ കോംപ്ലക്സ് ആൻഡ് മീനിങ് ഫുൾ മെസ്സേജ് എന്നുള്ളത് ഏത് പോയ അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചാലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഐഡിയയാണ്. ഒരു പുറത്തുനിന്ന് ഒരു പോയം തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ ആശയം ഉപയോഗിക്കാം. ദ പോയറ്റ് മേക്സ് യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ടു കൺവേ കോംപ്ലക്സ് ആൻഡ് മീനിങ് ഫുൾ മെസ്സേജ്. The poet also makes use of different figures of speech such as metaphor and symbol to enhance the effect of the poem. ഇവിടെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് മെറ്റഫർ ഇല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഫിഗർ ഓഫ് സ്പീച്ച് അവിടെ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ദ പോയറ്റ് മേക്സ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ടു എൻഹാൻസ് ദി ഇഫക്റ്റ് ഓഫ് ദ പോയം. ഏത് പോയത്തിനും എഴുതാം. ആൻഡ് ദോ സിമ്പിൾ ഇറ്റ്സ് എ ഗ്രേറ്റ് പോയം. ഏത് പോയത്തിനും എഴുതാം.